നമസ്കാരം. ഡിജിറ്റൽ പ്ലാനറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ISROയുടെ കീഴിലുള്ള വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ പുതിയ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. VSSC 332 എന്ന റിക്രൂട്ട്മെൻറ്റ് പ്രകാരമാണ് ഈ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അപേക്ഷ അവസാനിക്കുന്ന തീയതി ഏപ്രിൽ 15 10ാം ക്ലാസ്, ബിരുദം, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയവ അടിസ്ഥാന യോഗ്യതകളായുള്ള ഒഴിവുകളാണ് ഉള്ളത്. അസിസ്റ്റൻ്റ്, ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ, ഹെവി വെഹിക്കിൾ ഡ്രൈവർ, ഫയർമാൻ, കുക്ക് തുടങ്ങിയവയാണ് തസ്തികകൾ. അപ്പോൾ ഓരോ പോസ്റ്റും വിശദമായി നോക്കാം. നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് അസിസ്റ്റൻറ്റിൻ്റെ പോസ്റ്റ് നോക്കാം. ശമ്പളം പറഞ്ഞിരിക്കുന്നത് 25,500 മുതൽ 81,100 വരെയാണ്. അപേക്ഷിക്കാനുള്ള യോഗ്യതയായിട്ട് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം. അതായത് ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും കുറഞ്ഞത് 60% മാർക്കോടെ ബിരുദമുണ്ടായിരിക്കണം. അല്ലെങ്കിൽ 10 CGPA സ്കെയിലിൽ 6.32 ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് ഹിന്ദി ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കമ്പ്യൂട്ടറിൽ ഹിന്ദിയിൽ ടൈപ്പ് ചെയ്യുമ്പോൾ 1 മിനിറ്റിൽ കുറഞ്ഞത് 25 വാക്കുകൾ ടൈപ്പ് ചെയ്യാൻ കഴിയണം. അടുത്തത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്രൊഫിഷ്യൻസി ഇൻ ദ യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം. അതായത് കമ്പ്യൂട്ടർ സ്വതന്ത്രമായി കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അടുത്ത ഡിസൈറബിൾ ക്വാളിഫിക്കേഷനായിട്ട് നോളജ് ഓഫ് ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ്. ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാൻ അറിയുന്നവർക്ക് മുൻഗണനയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. മൊത്തം 2 ഒഴിവുകളാണുള്ളത്. അതിലൊന്ന് ജനറൽ കാറ്റഗറീസിനും മറ്റൊന്ന് OBC കാറ്റഗറീസിനുമാണ് ഉള്ളത്. നെക്സ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ A. അതിന് ശമ്പളം പറഞ്ഞിരിക്കുന്നത് 19,900 മുതൽ 63,200 വരെയാണ്. യോഗ്യത 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതേപോലെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരിക്കണം. കുറഞ്ഞത് 3 വർഷം ഡ്രൈവിംഗ് പരിചയം ഉണ്ടായിരിക്കണം. അതായത് ലൈസൻസ് ഉണ്ടായാൽ മാത്രം പോരാ, എക്സ്പീരിയൻസ് കൂടി വേണം. ഇതിന് മൊത്തം 5 ഒഴിവുകളാണുള്ളത്. ജനറൽ 2, OBC 2, EWS 1, പിന്നെ എക്സ് സർവീസ്മാന് ഒരു വേക്കൻസി ഉണ്ട്. ജനറൽ, OBC, EWS ഈ കാറ്റഗറിയിൽ നിന്നാണ് എക്സ് സർവീസ്മാനെ തിരഞ്ഞെടുക്കുക. നെക്സ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് ഹെവി വെഹിക്കിൾ ഡ്രൈവർ. ശമ്പളം വന്നിട്ട് 19,900 മുതൽ 63,200 വരെയാണ്. യോഗ്യത 10ാം ക്ലാസ് പാസ്സായിരിക്കണം. ഹെവി വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരിക്കണം. കൂടാതെ RTO നൽകുന്ന പബ്ലിക് സർവീസ് ബാഡ്ജ് ആവശ്യമാണ്. ഇതിന് കുറഞ്ഞത് 5 വർഷത്തെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതിൽ കുറഞ്ഞത് 3 വർഷം ഹെവി വാഹനങ്ങൾ ഓടിച്ചുള്ള എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. 5 ഒഴിവുകളാണുള്ളത്. ജനറൽ 3, OBC 2, എക്സ് സർവീസ്മാൻ 1. പോസ്റ്റ് എന്ന് പറയുന്നത് ഫയർമാൻ. ഫയർമാൻ്റെ ശമ്പളം വന്നിട്ട് 19,900 മുതൽ 63,200 വരെയാണ്. യോഗ്യത 10ാം ക്ലാസ് പാസ്സായിരിക്കണം. പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും പാസ്സാകണം. ഇതിന് മൊത്തം 3 ഒഴിവുകളാണുള്ളത്. ജനറൽ കാറ്റഗറീസിനാണ് ഈ 3 ഒഴിവുകളും ഉള്ളത്. നെക്സ്റ്റ് പോസ്റ്റ് കുക്കിൻ്റെതാണ്. ശമ്പളം 19,900 മുതൽ 63,200 വരെയാണ്. യോഗ്യത വന്നിട്ട് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടാതെ ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഹോട്ടലിൽ അല്ലെങ്കിൽ ഒരു ക്യാൻറ്റീനിൽ കുറഞ്ഞത് 5 വർഷത്തെ കുക്കായി പരിചയം വേണം. ഇതിനൊരൊറ്റ ഒഴിവേ ഉള്ളൂ. ആ ഒഴിവ് ഉള്ളത് OBC കാറ്റഗറീസിനാണ്. അപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. വിശദമായ വിജ്ഞാപനം വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപേക്ഷിക്കേണ്ട അവസാന ഡേറ്റ് ഏപ്രിൽ 15. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ അവസരം പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്തുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.